രാജീവ് ചന്ദ്രശേഖരനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചു വന്ന് കേൾക്കുന്നുണ്ടല്ലോ. വിളിക്കാതിരിക്കാൻ പറ്റുമോ? കാരണം കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭാഗതയെ മാറ്റിയിടുന്ന നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് വിജയം കേരള സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരി BJP പിടിച്ചിരിക്കുന്നു. അപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ പ്രധാനമന്ത്രി മോദി വിളിക്കാതിരിക്കുന്ന എങ്ങനെ? ഭഗത് ഖുഷിഹേ ആണ്, അങ്ങനെ പറയണ്ടേ? രാജീവ് ചന്ദ്രശേഖരനെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തലസ്ഥാനം പിടിച്ചു. ഇതിപ്പോൾ മോദി മറ്റൊന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. 1987 വരെ എന്ന് വെച്ചാൽ ഗുജറാത്ത് എന്ന് പറയുന്നത് ഇപ്പോഴാണല്ലോ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പരീക്ഷണശാലയാണ് ഗുജറാത്ത് എന്നൊക്കെ ഇവിടുത്തെ സോക്കോൾഡ് പെയ്ഡ് ലെഫ്റ്റ് ജിഹാദി മീഡിയ ഒക്കെ പറയുന്ന ഒരു സംസ്ഥാനം ഗുജറാത്ത് മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാറുണ്ടല്ലോ. പക്ഷേ ഗുജറാത്തിൽ ഇങ്ങനെയായിരുന്നു, കോൺഗ്രസിൻ്റെ കുത്തകയായിരുന്നു. 1987 അഹമ്മദാബാദിലെ നഗരസഭ തലസ്ഥാന നഗരത്തിൻ്റെ ഭരണം പിടിച്ചുകൊണ്ടാണ് ഗുജറാത്തിൽ BJP സമ്പൂർണ്ണ ആധിപത്യത്തിലേക്ക് മാറുന്നതെന്ന് മോദി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഗുജറാത്ത് പിടിച്ചത് കോൺഗ്രസിൻ്റെ BJPക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ കോൺഗ്രസിന് നിർണായകമായ സ്വാധീനമുണ്ടായിരുന്ന, ഇപ്പോഴും കോൺഗ്രസിന് അത്യാവശ്യം സ്വാധീനമുള്ളൊരു സംസ്ഥാനമാണ് ഗുജറാത്ത്, തർക്കമൊന്നുമില്ല. കാരണം അത് ഗാന്ധിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, കസ്തൂർബ ആശ്രമം, പിന്നെ ഗാന്ധിയുടെ സംഭവങ്ങളൊക്കെ ഓർമ്മകളൊക്കെയുള്ള സബർമതി ആശ്രമം ഒക്കെയുള്ള സ്ഥലം. അപ്പോൾ ഗാന്ധിജിയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ളത് ഗുജറാത്താണ്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് ശക്തി ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം പറയുമ്പോൾ ഗുജറാത്തിന് വളരെ നിർണായകമായ പങ്കുണ്ട്. ആ ഗുജറാത്ത് പിടിച്ചത് ആദ്യം അഹമ്മദാബാദ് പിടിച്ചു. അഹമ്മദാബാദ് പിടിച്ചിട്ട് പിന്നെ അഹമ്മദാബാദ് BJP ഭരിച്ച് കാണിച്ചു കൊടുത്തു. അങ്ങനെ BJP ഭരിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി, നമ്മൾ പറയുന്ന വികസനത്തിൻ്റെ ഗുജറാത്ത് മാതൃക പഠിക്കാൻ ഇവിടുന്നൊക്കെ ആളുകൾ പോയിട്ടുണ്ട്. അപ്പോൾ ഗുജറാത്ത് മാതൃകയുടെ തുടക്കം അഹമ്മദാബാദ് ബോർഡറായിരുന്നു. അഹമ്മദാബാദ് എന്ന് പറയുന്ന നഗരത്തെ കിട്ടിയത് എടുത്ത് ജനങ്ങളുടെ മുന്നിലോട്ട് വെച്ചു. അഹമ്മദാബാദ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നു, ഞങ്ങൾ അഹമ്മദാബാദിനെ എങ്ങനെ മാറ്റും എന്ന് BJP കാണിച്ചു കൊടുത്തു. അതിനുശേഷം BJPക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ BJPക്ക് അവിടെ ഉണ്ടാവും. പിന്നെ BJP ഇപ്പോൾ ഒന്ന് ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചവരുണ്ട്. കേരളത്തിൽ എങ്ങനെയാണ്? കേരളത്തിൽ പൂജ്യപ്പി എന്നൊക്കെ വിളിക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നുമല്ല. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സൈക്കോളജിക്കൽ വാറിൻ്റെ ഭാഗമായിട്ട് BJP പ്രവർത്തകർക്ക് ഒന്നുമല്ല, BJP ഒന്നുമല്ല എന്നൊരു ഫീലിംഗ് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന കേൾക്കുന്നവർക്ക് ചിലപ്പോൾ അങ്ങനെയാണോ എന്ന് BJPക്കാർക്ക് വരെ സംശയം തോന്നും. ആ സംശയമൊക്കെ മാറിയിട്ടുണ്ട്. BJP വിന്നബിലിറ്റി ഉള്ളൊരു പാർട്ടിയാണെന്ന് BJP പ്രൂവ് ചെയ്തിരിക്കുന്നത്. അത് തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി. BJPക്ക് നോക്കൂ, കേരളത്തിലെ 20 പാർലമെൻറ്റ് സീറ്റുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നു. പക്ഷേ എല്ലാവരും തൃശ്ശൂർ എന്നായിരുന്നു. കേരളത്തിലെ മുഴുവൻ BJP വിരുദ്ധരും ഫോക്കസ് ചെയ്തത് തൃശ്ശൂരായിരുന്നു. കേരളത്തിലെ ഒറ്റയാൾ മാത്രം ജയിക്കരുത്, ആര് ജയിച്ചാലും ശരി BJPയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മാത്രം ജയിക്കരുതെന്ന് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, BJP ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും, കേരളത്തിലെ മുഴുവൻ സാംസ്കാരിക നായകരും ശടിച്ച ഏകമണ്ഡലം തൃശ്ശൂരായിരുന്നു. ഇപ്പോഴും അവർക്ക് അതിൻ്റെ ദഹനക്കേട് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തകട്ടി വരും. എന്നിട്ട് ഇവന്മാർ ഈ തികട്ടി വരുമ്പോൾ, ഈ വായിൽ ഛർദ്ദിൽ വരുമ്പോൾ നമുക്കൊരു വെള്ളം ഊറി വരത്തെ അതങ്ങോട്ട് വിഴുങ്ങും. എന്നിട്ട് പിന്നെയും തികട്ടി വരും. തൃശ്ശൂർ അങ്ങനെ ദഹിക്കുന്നില്ല. കാരണം ഇത് പുറത്ത് കളഞ്ഞാൽ പോവും. തൃശ്ശൂർ ജയിച്ചു, ഇവരുടെ ഉള്ളിൽ ദഹിക്കാതെ കിടക്കുന്ന പുറത്ത് പോയാൽ ആ ദഹനക്കേട് മാറും. പക്ഷേ ആ ദഹനക്കേട് നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂരിൻ്റെ പേരിൽ. കാരണം തൃശ്ശൂർ ഒരു മാതൃകയായിരുന്നു. ഒരു പഞ്ചായത്ത് ജയിക്കുന്ന പോലെയോ ഒരു അസംബ്ലി ജയിക്കുന്ന പോലെയല്ല. 6-7 നിയമസഭാ മണ്ഡലങ്ങളുള്ള ഒരു പാർലമെൻറ്റ് മണ്ഡലം ജയിപ്പിച്ചെടുക്കാമെന്ന് BJP തെളിയിച്ചു. ഇതൊരു വലിയ മാറ്റമാണ്. തിരുവനന്തപുരം ഇപ്പോൾ നേമത്ത് ജയിച്ചു, പിന്നെ തോറ്റുപോയില്ലേന്ന്. എങ്ങനെയാണ് തോറ്റത്? നിങ്ങൾ അവിഹിതമായ ഏർപ്പാടുണ്ടാക്കി. നിങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും വാളും പരിചയമായിട്ട് കൊല്ലാനും ചാവാനും നിന്നിട്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ അങ്ങോട്ട് ഒന്നാവും. അതുകൊണ്ടല്ലേ, അല്ലാതെ സ്വതന്ത്രമായി അവനവൻ്റെ രാഷ്ട്രീയം പറഞ്ഞ് മത്സരിച്ചുകൊണ്ടല്ല നിയമം സീറ്റ് പോയത്. BJPക്ക് പല സീറ്റുകളും നഷ്ടപ്പെട്ട അങ്ങനെയല്ല. BJPക്ക് പല സീറ്റുകളും നഷ്ടപ്പെടുത്തിയത് നിങ്ങൾ എന്ത് ചെയ്യും, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗോഗ വിളിച്ചിട്ട് രാത്രി നിങ്ങൾ കെട്ടിപ്പുണർന്ന് കിടക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് BJPയെ ചിലയിടത്തെങ്കിലും നിങ്ങൾ തോൽപ്പിച്ചത്. അല്ലെങ്കിൽ എന്നേ BJP കേരളത്തിലെ എത്രയോ നിയമസഭാ മണ്ഡലങ്ങളിൽ, എത്രയോ പാർലമെൻറ്റ് സീറ്റുകളിൽ BJP ജയിച്ചു വരേണ്ടതാണ്. കേരളത്തിൽ BJPയുടെ രാഷ്ട്രീയ മുന്നേറ്റത്തെ നിങ്ങൾ താൽക്കാലികമായി തടയിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവിഹിതമായ അവിശുദ്ധമായ ബന്ധത്തിലൂടെ. അതിനി അധികകാലം ഓടൂലെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. കാരണം വലിയ തോതിലുള്ള മാറ്റം ഉണ്ടാകുന്നു. കേരളത്തിൽ നോക്കൂ, നമ്മുടെ നാട്ടിൽ എന്താ ഉള്ളത്? നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട വ്യവസായ സ്ഥാപനത്തിൻ്റെ പേര് പറയാമോ? പ്രതിക്ക് പറയാമോ? ഇൻഡസ്ട്രി. ലുലു മാൾ അല്ലേ? ലുലു മാൾ ഇൻഡസ്ട്രി അല്ല സാർ, അതൊരു കൊമേഴ്സ്യൽ ഔട്ട്ലെറ്റാണ്, കച്ചവട സ്ഥാപനമാണ്. കിറ്റക്സ് ഇവിടെ ഉണ്ടോ? ബാക്കി കിറ്റക്സ് സാബുജിയൊക്കെ ജീവനും കൊണ്ട് ഓടി ആന്ധ്രയ്ക്കും തെലുങ്കാനയ്ക്കും ഒക്കെ. എന്താ ഉള്ളത് കേരളത്തിൽ?
സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 78 വർഷം. ഏത് അതൊന്നും ഈ ആളുകൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളൊന്നും പറയണ്ട. ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ നല്ല നിലയിൽ നടത്തുന്ന ഒരു വ്യവസായ സംരംഭത്തിൻ്റെ പേര് പറ. കേരളത്തിലെ എല്ലാ വ്യവസായശാലകളിലും ഈ അടുത്ത കാലത്താണ് കളമശ്ശേരിയിൽ ഫാൽക്കൺ മമ്മൂട്ടിയുടെ സ്ഥാപനം പൂട്ടിച്ചു. ഇത് ഹെഡ്ലോഡ് വർക്കേഴ്സ്, ചുമട്ടുതൊഴിലാളികൾ. കേരളത്തിൽ എന്താ പൂട്ടിക്കാതെ? കേരളത്തിൽ തുടങ്ങിയതിൻ്റെ എത്രയിരട്ടി വ്യവസായ സ്ഥാപനങ്ങൾ പൂട്ടി. കേരളത്തിന് എന്തുണ്ട്? കേരളത്തിന് നെല്ലുണ്ടോ? അരിയുണ്ടോ? ഇല്ല. കേരളത്തിൻ്റെ നെല്ലറയായിരുന്ന കുട്ടനാടും പാലക്കാടും എന്തു പറ്റി? മലയാളി ആന്ധ്രാക്കാരനും തമിഴനും വിചാരിച്ചില്ലെങ്കിൽ, അവൻ്റെ കനിവില്ലെങ്കിൽ മലയാളി പട്ടിണി കിടന്നെത്തും. പാലുണ്ടോ? മിൽമ പാല് പുറത്തുനിന്ന് കൊണ്ടുവരുന്നത്, എന്നിട്ട് പൊടിയുടെ കലക്കിയിട്ടാണ് നമ്മുടെ അണ്ണാക്കിലേക്ക് തള്ളിത്തരുന്നത്. മിൽമ പാൽ കേരളം കണികണ്ടുണ്ടാകുന്ന നന്മ എന്നൊക്കെ പറഞ്ഞത് ചുമ്മാ ബോഷ്കാണ്. കേരളത്തിന് ഒന്നുമില്ല. ആകെ ഉള്ളത് കള്ളും ലോട്ടറിയും മാത്രമുണ്ട്. ലോട്ടറി സമ്പൂർണ്ണമായിട്ട് നിരോധിച്ചാൽ പിണറായി വിജയൻ സെക്രട്ടേറിയറ്റിൻ്റെ വാതിക്ക് അമ്മ വല്ലതും തരണേന്ന് പറഞ്ഞിരിക്കേണ്ടി വരും. ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ. ഒന്നുമില്ല. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ പിണറായി ഭരിച്ചിട്ട് എന്തോ ഉണ്ടാക്കി? ഇതാ ഞങ്ങൾ 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ആരംഭിച്ച 5 പ്രധാനപ്പെട്ട വ്യവസായ സംരംഭങ്ങൾ എന്തുണ്ട്? ടൈറ്റാനിയം ഉണ്ടായിരിക്കാം, അല്ലേ? KMML ഉണ്ടായിരിക്കാം. കേരളത്തിലെ പൊതുമേഖലയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട 2 വ്യവസായ സ്ഥാപനങ്ങൾ. ആരുണ്ടാക്കിയതാണ് സാർ? ടൈറ്റാനിയം എന്നുള്ള പേര് തന്നെ അറിയാമല്ലോ. ട്രാവൻകൂർ ടൈറ്റാനിയമാണ്. രാജാവിൻ്റെ കാലത്തുണ്ടായതാ, അല്ലേ? കേരളത്തിൽ എന്തുണ്ടായി? ഒരു നല്ല എലിവേറ്റഡ് ഹൈവേ ഉണ്ടോ? ഹൈവേ ഇപ്പോൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അത് പറയുന്നത് മരുമോൻ ഫ്ലക്സ് അടിച്ച് വെക്കുക എന്നുള്ള പരിപാടി മാത്രം. കേന്ദ്ര സർക്കാരിൻ്റെ കാശുണ്ട് ഹൈവേ ഉണ്ടാക്കുന്നു. അതും ആലപ്പുഴ ബൈപ്പാസ് എത്ര വർഷം കിടന്നു? നരേന്ദ്രമോദി വരേണ്ടി വന്നത് ഉദ്ഘാടനം ചെയ്യാൻ. അപ്പോൾ കേരളം വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരിക്കും. കേരളം മാറണം. മറ്റ് സംസ്ഥാനങ്ങളെ നോക്കി നമ്മൾ നെടുവീർപ്പിടുക. ഈ POK പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ ഭയങ്കരമായി പാകിസ്ഥാനെതിരാണ്. കാരണം ഒരു ചെറിയ നദിക്കപ്പുറം നിന്നാൽ അവർക്ക് കാശ്മീരിലെ വികസനം കാണാം. POK കിടക്കുന്നവൻ പാകിസ്ഥാൻ വന്ന് പിടിച്ചുകൊണ്ട് പോയിട്ട് ഇവൻ പട്ടിണി കിടക്കുകയാണ്. അവനായുള്ള തീവ്രവാദ പരിശീലനം മാത്രമേ ഉള്ളൂ. കഞ്ഞി കുടിക്കാൻ നിവർത്തിയില്ല. ഇപ്പുറത്തെ കാശ്മീരിൻ്റെ ഇന്ത്യയുടെ കയ്യിലുള്ള ഇന്ത്യൻ ഭാഗം സമ്പൽ സമൃദ്ധിയിലേക്ക് കുതിക്കുന്നു. വലിയ പദ്ധതികൾ ഉണ്ടാവുന്നു, ആളുകൾക്ക് തൊഴിലുണ്ടാവുന്നു. അവിടെ കിടന്ന് പട്ടിണി കിടന്ന് ചാവുന്നു. സ്വാഭാവികമായും അവർക്ക് നൈരാശ്യം ഉണ്ടാകുന്ന പോലെ കേരളത്തിൽ നിന്ന് ഒരു തവണയെങ്കിലും പുറത്തേക്ക് പോയ ആളുകൾക്കറിയാം കേരളത്തിൽ എന്താണ്. കേരളത്തിൽ ഒന്നുമില്ല. കഴിഞ്ഞ ഇത്രയും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇത്രയും കാലം കേരളം ഭരിച്ചു മുടിച്ച സർക്കാരുകളുടെ കെടുകാര്യസ്ഥത, അഴിമതി കൊണ്ട് ഒരു അമ്പലം പോലും നേരെ പോയി നടത്താൻ പറ്റുമല്ലോ. കേരളീയരുടെ പൊതുവികാരമല്ലേ സ്വാമി അയ്യപ്പൻ? ഇപ്പോൾ ശബരിമല തീർത്ഥാടനം, ഇപ്പോൾ കേരളത്തിൽ എത്ര വലിയ നിരീശ്വര സർക്കാർ വന്നാലും ശബരിമല തീർത്ഥാടനം നിരോധിക്കാൻ പറ്റുമോ? ശബരിമല തീർത്ഥാടനം നിരോധിച്ചാൽ ആദ്യം സർക്കാരിനെതിരെ സെക്രട്ടേറിയറ്റിൽ പോയി കല്ലെറിയുന്ന കേരളത്തിലെ മുസ്ലിങ്ങളായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ കച്ചവടം നടന്നതാണ്. ശബരിമല സീസണിൽ പണ്ട് G. സുധാകരൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വർഷം ശബരിമല സീസൺ ഉണ്ടാകുമ്പോൾ മിനിമം കേരളത്തിന് 10,000 കോടി രൂപയുടെ വരുമാനം ഉണ്ടാകുന്നുണ്ട്. നടവരവ് മാത്രമല്ല, കച്ചവടങ്ങൾ, അല്ലേ? പെട്രോൾ അടിക്കൽ, എന്തെല്ലാം കാര്യങ്ങൾ. വരുന്ന അയ്യപ്പന്മാർ ലോട്ടറി ടിക്കറ്റ് മേടിച്ച് പോകുന്നവരുണ്ട്. ശബരിമലയ്ക്ക് വരുമ്പോൾ തിരിച്ചു പോകുമ്പോൾ അയ്യപ്പന്മാർ കേരള ലോട്ടറി കൊള്ളാം, നല്ലതാണ്, പകുതിയും ടിക്കറ്റ് എടുക്കത്തില്ലെന്നറിയാം, നറുക്കെടുക്കത്തില്ലെന്നറിയാം, എന്നാലും ഇത് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. കാരണം ടിക്കറ്റ് എടുക്കുന്ന പകുതി പേർക്ക് പോയിട്ട് 10% ആളുകൾക്ക് സമ്മാനം കിട്ടുന്നുണ്ടോ? ഇല്ല. എന്നാൽ പോലും ആളുകൾ ഇന്നല്ലെങ്കിൽ ഞാൻ ഒരു കോടീശ്വരനാകും എന്ന് കരുതിയിട്ട് അവർ ടിക്കറ്റ് എടുക്കുക. ഏജൻറ്റുമാർ പറയുന്നു പകുതി പേർക്കെങ്കിലും സമ്മാനം കിട്ടുന്ന തരത്തിലേക്ക് ഇതിൻ്റെ സമ്മാന ഘടന മാറ്റണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ചൂതുകളിയല്ലേ? ലോട്ടറി ആണ്, ചൂതുകളിയാണ്. പക്ഷേ അതില്ലെങ്കിൽ കേരളം എന്ത് ചെയ്യും? അപ്പോൾ ഇതിലൊരു മാറ്റം വേണ്ടേ? അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ തിരുവനന്തപുരം തന്നെ കിട്ടി. തിരുവനന്തപുരത്ത് BJP വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ. അത് ഏതായാലും രാജീവ് ചന്ദ്രശേഖരനെ വിളിച്ചിട്ട് മോദി അഭിനന്ദിക്കുക എന്ന് പറഞ്ഞാൽ, മോദിയെ സംബന്ധിച്ച് മോദി അങ്ങനെ ഈ അമിതാഹ്ലാദമൊന്നും ഒരിക്കലും പ്രകടിപ്പിക്കാത്ത മോദി ഈ തെരഞ്ഞെടുപ്പ് വിജയം വന്നപ്പോൾ നമ്മൾ പലതവണ പറഞ്ഞ പോലെ 3 തവണ ട്വീറ്റ് ഇട്ടു. അപ്പോൾ പ്രധാനമന്ത്രിയെ എത്രമാത്രം തിരുവനന്തപുരത്തെ വിജയം സ്പർശിച്ചിരിക്കുന്നു, ഹൃദയത്തിൽ അദ്ദേഹം ഏറ്റിയിരിക്കുന്നു എന്നതിൻ്റെ ഒരു സന്തോഷമാണ്. രാജീവ് ചന്ദ്രശേഖരനെ വിളിച്ചിട്ട് ഞാൻ കേരളത്തിലേക്ക് വരികയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും അടുത്ത ദിവസം, എനിക്ക് തോന്നുന്നു ഈ ഞായറാഴ്ച മറ്റോ ഇതിൻ്റെ സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരാഴ്ചക്കകം നടക്കും. അതിനുശേഷം ഈ തിരുവനന്തപുരത്ത് ജയിച്ച BJP കൗൺസിലർമാർക്ക് സ്വീകരണം കൊടുക്കുന്ന ഒരു വലിയ പരിപാടി സംഘടിപ്പിച്ചിട്ട് അതിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുകയും തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഓൾറെഡി രാജീവ് ചന്ദ്രശേഖർ ഒരു പ്രൊജക്റ്റൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. BJPയുടെ ടീം ഇപ്പോൾ വളരെ പ്രൊഫഷണൽ ടീമാണ്. ആ ടീം ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഭരണം കിട്ടിയാൽ എന്തൊക്കെ ചെയ്യണം എന്ന് ഒരു മാർഗ്ഗരേഖ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ കൊച്ചിയിൽ നമുക്ക് മെട്രോ ഉണ്ട്, തിരുവനന്തപുരത്തെ ലൈറ്റ് മെട്രോ പദ്ധതി ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം, തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വണ്ടികൾ,
ഇതെല്ലാം വേണം. മാത്രമല്ല തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോടൊന്നും നന്നാക്കിയാൽ ഇനിയുള്ള 25 വർഷക്കാലം BJPക്ക് തിരിഞ്ഞു നോക്കണ്ട. തിരുവനന്തപുരത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു മാറ്റം ഉണ്ടാവും. അതിന് പ്രധാനമന്ത്രിയുടെ നിർലോഭമായ പിന്തുണ, അഹമ്മദാബാദ് മോഡൽ എന്ന് മോദി പറയുന്നുണ്ടെങ്കിൽ അതിന് വലിയ അർത്ഥങ്ങളുണ്ട്. മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ വലിയ പദ്ധതികളും വലിയ പ്രൊജക്റ്റുകളും തിരുവനന്തപുരത്തേക്ക് വരും. തിരുവനന്തപുരംകാരെ സംബന്ധിച്ചിടത്തോളം അവരെടുത്ത തീരുമാനം 100% ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്ന നടപടികളാണ് ഇനി ഉണ്ടാകാൻ പോകുന്ന. കോൺഗ്രസിനും LDFനുമായിട്ട് കൊടുത്തൊരു 50 സീറ്റുണ്ട്. അവർ നമുക്കെന്തൊരു തോന്നിയില്ല, അബദ്ധം പറ്റിപ്പോയല്ലോ എന്ന് പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ് ഇനി വരാൻ പോകുന്നതെന്ന് ഉറപ്പാണ്. മോദി വരുന്നു. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് രാജീവ് ചന്ദ്രശേഖരൻ്റെ പൊളിറ്റിക്കൽ ഗ്രാഫും വല്ലാതെ ഉയരുകയാണ്. കാരണം ഒരു വലിയ വിജയമാണ് നേടിയിരിക്കുന്നത്. തലസ്ഥാന നഗരി പിടിക്കാൻ കഴിയുക എന്നുള്ളത് തീർച്ചയായും രാജീവ് ചന്ദ്രശേഖരൻ്റെ BJP സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള ഒരു കിരീടമുണ്ടെങ്കിൽ അതിൽ ഒരു പൊൻ തൂവലാണ്. ഏതായാലും മോദി വിളിച്ചിട്ട് ബഹുത്ത് ഖുഷി ഹേ എന്ന് പറയുമ്പോൾ അത് കേരളത്തിനുള്ള ഒരു അംഗീകാരമാണ്. കേരളം കാണട്ടെ തിരുവനന്തപുരം എങ്ങനെ മാറുന്നു എന്നുള്ളത്. ഒരു സംശയം വേണ്ട, അഹമ്മദാബാദ് വഴി ഗുജറാത്ത് പിടിക്കാൻ കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിലൂടെ BJP കേരളത്തിലേക്ക് സമ്പൂർണ്ണമായി അവരുടെ അധികാരത്തിലേക്കുള്ള പാത വെട്ടി ഒരുക്കുകയാണ് എന്ന് നിസ്സംശയം പറയാം. അതിന് ശക്തിയായി, പ്രചോദനമായി, റിസോഴ്സായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൂടെ ഉണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. കേരളവും മാറുകയാണ് പ്രജിത. ഇന്ത്യ ലൈവ് നിരന്തരം കാണുന്ന നിങ്ങളോട് ഞങ്ങൾക്ക് വലിയ സ്നേഹവും കടപ്പാടുമുണ്ട്. നമ്മുടെ ചാനൽ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നിലനിൽക്കുന്നത്. ചാനൽ നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. നമ്മുടെ വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. പക്ഷേ കാണുന്ന ആളുകൾ കണ്ടതിന് ശേഷം അങ്ങ് പോവുകയാണ്. 1 സെക്കൻഡ് നമുക്ക് വേണ്ടി ചിലവഴിച്ച് ആ ചാനലൊന്ന് ഓപ്പൺ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ബട്ടണിലും തൊട്ടു താഴെ കാണുന്ന ബെൽ ഐക്കണിലും ഒന്ന് വിരലമർത്തിയാൽ അത് ഞങ്ങൾക്ക് നൽകുന്ന ശക്തി വളരെ വലുതാണ്. അതുകൊണ്ട് ദയവായി പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.